ഇത്രയധികം സീസണുകളിലെ ബിഗ് ബോസ് കണ്ടിട്ടുള്ളത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. ഒരു കാരണവശാലും ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് മൈക്ക് പൊത്തിയിട്ടോ അല്ലെങ്കിൽ മൈക്ക് ഊരി വെച്ചിട്ടോ, അതായത് ബേസിക്കലി പുറത്തുള്ള ആൾക്കാരും ബിഗ് ബോസിൻ്റെ ക്രൂവും ആരും കേൾക്കാത്ത രീതിയിൽ സംസാരിക്കാൻ പാടില്ല എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ടുള്ള റൂൾ അതിലുണ്ട്. ഇത് ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ പല പ്രാവശ്യമായിട്ട് കണ്ടിട്ടുണ്ട്. ജാസ്മിനോടെ ജാസ്മിൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഡെലിബറേറ്റ്ലി എന്ന രീതിയിൽ തോന്നിക്കുന്ന രീതിയിൽ മൈക്ക് ഊരി വെച്ച് സംസാരിച്ചിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള ഒരു ക്ലിപ്പ്, അത് പിന്നെ സ്ഥിരം രാത്രി നടക്കുന്ന ഒരു കേളിയാണ്, ഒരു സ്ഥിരം രാത്രി നടക്കുന്ന ഒരു പരിപാടി, കലാപരിപാടിയായിട്ട് ഏകദേശം ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ള ആൾക്കാരും പ്രേക്ഷകരും ഒക്കെ ഇതായിട്ടുണ്ട്. കാരണം രാത്രി ആയിക്കഴിഞ്ഞാൽ ഇതാണ് അവിടെ പരിപാടി എന്നുള്ളത്. ഗബ്രി സ്ഥിരം ശൈലി പിന്തുടർന്നുകൊണ്ട് ഗബ്രി അങ്ങനെ ജാസ്മിൻ്റെ ബെഡിലേക്ക് വന്നിരുന്ന് രണ്ടുപേരും കൂടി സംസാരിക്കുന്ന ഒരു ചെറിയൊരു കോൺവെർസേഷൻ ഒരു ഭാഗമാണ് നിങ്ങൾ കേട്ട്. ലൈവ് കണ്ടവർക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം എന്താണ് ഇവർ പറഞ്ഞതെന്നുള്ളത്. അതായത് ഗബ്രി എന്താ പറയുക, ഔട്ട് ഓഫ് എന്താണെന്ന് പറയാം, ലവ് ആണെന്നുള്ള അറിയില്ല, സ്ഥിരം രാത്രിയാവുന്ന സമയത്ത് ഗബ്രിക്ക് പ്രത്യേക രീതിയിലുള്ള ഒരു ഫീലിങ്സ് ജാസ്മിനോട് തോന്നുകയും അത് പ്രകടിപ്പിക്കുന്ന ഒരു രംഗമാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് ഫസ്റ്റ്. അതായത് ഗബ്രി പറയുകയാണ്, എനിക്ക് നിന്നോട് എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് പറയാൻ മനസ്സിലാവുന്നില്ല, എനിക്ക് നിന്നോട് പ്രേമാണെന്നറിയില്ല, ഇതുക്കും മേലെയാണെന്ന് പറഞ്ഞിട്ട് ജാസ്മിനെ അങ്ങോട്ട് പൊക്കി അടിക്കുന്നുണ്ട്. അതായത് കുളിക്കാത്ത നിന്നെയാണ് എനിക്കിഷ്ടം, അതല്ല കേട്ടോ, നിന്നെ ഈ മേക്കപ്പ് ഇടാത്ത നിന്നെ, കുളിക്കാത്ത നിന്നെ എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. കുളിക്കാതിരുന്നാലും നീ എൻ മോഹമില്ല എന്ന് പറഞ്ഞാൽ മേക്കപ്പ് ഇട്ടില്ല എന്നുണ്ടെങ്കിലും എന്ത് ചെയ്തില്ലെങ്കിലും എനിക്ക് ആ ഒരു നിന്നെയാണ് ഇഷ്ടം, നിനക്കൊരു പ്രത്യേകതയാണ്, എന്തൊക്കെയോ പിന്നെ ആരും ഇല്ലാത്ത സമയത്ത് നീയാണ് എൻ്റെ കൂടെ നിന്നിട്ടുള്ളത് എന്നുള്ള രീതിയിൽ കണ്ട് പൊക്കി അടിക്കുന്ന ഒരു സംഗതിയാണ് കേട്ടത്. അത് പൊക്കി അടിച്ച് നേരെ ജാസ്മിനെ അങ്ങോട്ട് കയറ്റി വിടുന്നുണ്ട്. ഈ കയറ്റിവിടലിന് അവസാനം ജാസ്മിൻ എണീറ്റെന്ന് വിചാരിച്ചു, ഭഗവാൻ ഇത് എണീറ്റ് നിന്നിട്ട് എന്തിനുള്ള പരിപാടിയാണ് ഒരു ഉമ്മയൊക്കെ കൊടുത്തു. ആ ഉമ്മേൻ്റെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യണം അവിടെ കണ്ടിട്ടുള്ളത്. അതിനൊക്കെയുള്ള ഒരു ബിൽഡപ്പായിട്ട് ഗബ്രിയുടെ ബിൽഡപ്പ്, ആ ഒരു ബിൽഡപ്പ് കഴിഞ്ഞോടുകൂടി നേരെ അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ജാസ്മിൻ ചാടി എണീക്കുന്ന സമയത്ത് സീരിയസ്ലി ഞാൻ വിചാരിച്ചെന്താ പറയുക, ഭഗവാൻ ഇത് അടുത്ത് ഇനി ഉമ്മയ്ക്കുള്ള പരിപാടിയാണോ എന്നറിയില്ലല്ലോ, സീരിയസ് ആയിട്ട് വിചാരിച്ചത് തിരിച്ച് ഉമ്മ കൊടുക്കാനുള്ള പരിപാടിയാണെന്നുണ്ട്. പക്ഷെ അതായിരുന്നില്ല, എന്തോ ഒരു സംഗതി ജാസ്മിൻ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു സംഭവം, പുറം ലോകം കേൾക്കരുത്, ആരും അറിയരുത്, മറ്റേ എന്താ പറയുക, ദൃശ്യം സിനിമയിൽ പറഞ്ഞ മാതിരി ഈ ഒരു രഹസ്യം എന്നോട് കൂടി മണ്ണടിഞ്ഞ് പോട്ടെ എന്നുള്ള ജോർജ് കുട്ടി പറഞ്ഞിട്ടുള്ള ആ ഒരു ഡയലോഗിനെ സ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംസാരമാണ് തോന്നുന്നുണ്ട് ജാസ്മിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. കാരണം മൈക്കുകളൊക്കെ പൊത്തിവെച്ച് ഗബ്രിയുടെ ചെവി കടിച്ച് തിന്നണമെന്നൊരു ആ ഒരു നിമിഷം എനിക്ക് ചെവി കടിച്ച് തിന്നണമെന്ന് വരെ തോന്നിപ്പോയി. കാരണം അത്രയധികം ചെവിക്കകത്ത് ഇനിയിപ്പോൾ അങ്ങോട്ട് ഇറങ്ങാനൊന്നുമില്ല, ഏകദേശം അത്രയും കറക്റ്റായിട്ട് വെച്ചിട്ട് എന്തോ ഒരു നിഗൂഢ രഹസ്യം അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള സത്യമാണ്. ഒരു പക്ഷേ ചിലപ്പോൾ ഗബ്രി അങ്ങോട്ട് പറഞ്ഞത് എന്താ വെച്ചാൽ എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്, കുളിക്കാത്തതെന്നല്ല, വീണ്ടും കുളിക്കാത്ത മേക്കപ്പ് ഇടാത്ത നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് പറയുമ്പോൾ ചിലപ്പോൾ സെയിം ടു യു എന്നോ അതോ അങ്ങനെ എന്തെങ്കിലും രീതിയിലാണെന്ന് പറഞ്ഞ് അറിയില്ലല്ലോ അല്ലേ, എന്താണെന്നുള്ള അറിയില്ല. എന്താണെന്നുണ്ടെങ്കിലും ഒരു കാര്യം ഷുവർ, ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്താ വെച്ചാൽ ഒരു കാരണവശാലും ബിഗ് ബോസിൻ്റെ നിയമങ്ങളെ ബ്രേക്ക് ചെയ്തിട്ട് അതിനുള്ളൊരു ഗെയിം നടത്തുന്നത് ആരാണെങ്കിലും, ഏത് രാജാവാണെങ്കിലും ഇത് ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിലും ന്യായീകരിക്കാൻ പറ്റാത്തൊരു തെറ്റാണ്. അപ്പോൾ അത് നിർബന്ധമായിട്ടും ലാലേട്ടൻ ചോദിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതും. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരു കാരണവശാലും മൈക്ക് പൊത്തി വെച്ചിട്ടോ അതായത് പുറം ലോകത്തെ കേൾക്കാൻ പറ്റാത്ത, അത് ശരിയുള്ള കാര്യമില്ലല്ലോ. കാരണം ഇതിനുള്ള അറ്റംപ്റ്റ് ഇവർ പല പ്രാവശ്യം നടത്തിയിട്ടുണ്ട്. ഒരു ഡ്രസ്സിംഗ് റൂമിൽ ചെന്നിരുന്ന് സംസാരിച്ചിട്ടുണ്ട്, ജാസ്മിൻ അവിടെ മൈക്ക് ഊരി വെച്ചിട്ടുണ്ട്, അപ്പോൾ തിരിച്ചിങ്ങോട്ട് പറഞ്ഞ കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല. ഇതൊക്കെ അത്രയും ഗുരുതരമായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അത് ഈ പ്രാവശ്യത്തെ ഇതിനെന്തെങ്കിലും സീരിയസ് ആയിട്ട് ചോദിക്കണം, അല്ലാതെ വെറുതെ ലൈറ്റായിട്ട് വിടാൻ പാടില്ല. കാരണം വെച്ചാൽ രാത്രിയാവുന്ന സമയത്ത് സ്ഥിരം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇതിനിടയ്ക്ക് വേറൊരു കോമഡി ഉണ്ടായി. ഇത് കഴിഞ്ഞ സമയത്ത് നമ്മുടെ യമുന റാണി ഉറക്കത്തിന് എണീറ്റ സമയത്ത് പെട്ടെന്ന് അവർ നോക്കുമ്പോൾ ജാസ്മിനും ഗബ്രീനാണ് കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഉറക്കണമെന്ന് ചോദിച്ചിട്ടുള്ളവർ ഇത്ര പ്രായക്കായിലായിരിക്കും. അവർ ഉറക്കത്തിന് എണീറ്റ സമയത്ത് ഇവർ പെട്ടെന്ന് കാണുന്നത് ഇവർ രണ്ടെണ്ണത്തിനെ. അപ്പോൾ രണ്ടെണ്ണത്തിന് കണ്ട സമയത്ത് സോറി ഞാൻ റൂം മാറിപ്പോയി, നമ്മളെ സിനിമയിലൊക്കെ കാണില്ലേ, സോറി കേട്ടോ ഞാൻ റൂം മാറിപ്പോയി തിരിച്ചറിയും നമ്മൾ ചിന്തിക്കുമല്ലോ, ഏതൊരു സിനിമയ്ക്ക് അതാ സിനിമ ഡയലോഗൊന്നും ഓർമ്മയിട്ടില്ല. അതിൽ കണ്ട മാതിരി ഇവർ റൂം മാറിപ്പോയി എന്ന് പറഞ്ഞു, തിരിച്ചു വരലും അങ്ങോട്ട് വരലും. പിന്നെ ഇവർ നേരെ അപ്പുറത്ത് റൂം പോയി കിടന്നിട്ട് ഇവരോടൊക്കെ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇത് ഹൗസിലൊരു ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ഇതുവരെ ആയിട്ടില്ല. ഇതൊക്കെ വളരെ സീരിയസ് ടോപ്പിക്കല്ലേ അല്ലേ. ശരിക്കും ഇവർക്കെതിരെ ആയുധമാക്കാനും ഉള്ള ഒരു ടോപ്പിക്. ഒരു പക്ഷേ ചിലപ്പോൾ അവർക്കൊരു സ്ക്രീൻ സ്പേസ് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല, അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇനിയിപ്പോൾ അത് എന്താ പറയുക ഈ ഗതി കെട്ടിട്ട് ഇനി ഇവർ പറയുമോ എന്നുള്ളത് അറിയില്ല. എന്താണെന്നുണ്ടെങ്കിലും മൈക്ക് ഊരി വെച്ച സംഭവം പ്ലസ് ഈ രാത്രി നടക്കുന്ന സംഗതി ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഈ രാത്രി നടന്നോട്ടെ, അത് എന്താ അവരിഷ്ടമല്ലേ അല്ലേ, നമ്മൾ സദാചാരം പറഞ്ഞ് മുടക്കുന്നില്ല, സംഗതി നടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പുറത്തും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് ഇതോടുകൂടി ഈ 100 ദിവസം കഴിഞ്ഞോടുകൂടി വേറെ ലോകത്തേക്കൊന്നല്ല പോകാനുള്ളത്, വേറെ രാജ്യത്തേക്കല്ല പോകാനുള്ളത്, തിരിച്ചും കൂടെ ഇറങ്ങേണ്ടത് നമ്മളെ ആൾക്കാർ, ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ടുള്ള ആൾക്കാരുടെ ഡെക്കനാണ് ഇറങ്ങേണ്ടത് എന്നുള്ള കാര്യം രണ്ടുപേരും ഓർത്താൽ നന്നാണ്.